ചാണകപ്പൊടി, കുറച്ച് ചാണകപ്പൊടി മിക്സാക്കുക. ഇതാണ് ചാണകപ്പൊടി. വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി, നല്ല മിക്സാക്കുക. മൂന്നും കൂടി നല്ല മിക്സാക്കുക. നല്ല മിക്സാക്കണം. ഓഫാക്കിയോ? നല്ല ഗോതമ്പാണ്. എല്ലാം കളച്ച് നല്ല ഗോതമ്പെടുക്കും. നല്ല വേരുകളൊക്കെ നല്ല ഇതാക്കുക. കട്ടയൊക്കെ ഒഴിവാക്കുക. ഇതാണ് എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക്. ഇതൊക്കെ പാടെ നമ്മൾ ഇത് സൈഡ് കൊടുക്കണം. കുറച്ച് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ കുഴിച്ചിടുക. പിന്നെ നമുക്ക് അടുത്തൊന്നും വളമൊന്നും കൊടുക്കണ്ട. പൊതുവെ ഇതിനെ മതി. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ തൈയാണിത്. പതുക്കെ പറിക്കണം. ഇതുണ്ടോ? ആ വേരൊന്നും പൊട്ടില്ല. നല്ല വേരാണ്. നല്ല തൈ. ഇത് നമ്മൾ നേരെ ഇതിൻ്റെ മേലക്കനെ വെക്കുക. ഈ വളത്തിൻ്റെ മേലക്കനെ വെക്കുക. കുറച്ച് മണ്ണ് ഇതാക്കും. കുറച്ച് മണ്ണിട്ടിട്ട് കുറച്ച് ഇങ്ങനെ കുഴിച്ചിടാം. കുറച്ച് മണ്ണ് ഇതിൻ്റെ മേലെ നമ്മൾ ചാണകപ്പൊടി ഇതിൻ്റെ മേലെ കുറച്ച് മണ്ണിടുക. എന്നിട്ട് ഇതിൻ്റെ മേലെ വെച്ചാൽ നല്ല വേര് ഓട്ടം പിടിക്കും. പെട്ടെന്ന് ഇതാവും. എല്ലാം കുണ്ടാക്കണ്ട. കാരണം വേനൽക്കാലം വരുന്നത്. അപ്പോൾ നനക്കാല സൗകര്യമാണ് നമുക്ക്. മഴക്കാലത്താണ് ഈ പൊന്തിച്ചുകാണ്ട്, വേനൽക്കാലത്ത് താത്തിക്കാണ്ട്. ഇതാണ് നല്ല തൈയാണ്. നല്ല ഉഷാറായിട്ട് റൂട്ട് വിടുന്നത്. നമ്മൾ ചകിരിച്ചോറ് വെച്ചിട്ട് തൈ വെച്ചതാണ്. നല്ല തൈയാണ്. കുറച്ച് മണ്ണ് നമ്മൾ ഉണ്ടാവും ഇതിന് മേലെ. എന്നിട്ട് ഇത് വെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പട്ടൊന്നും വളം വേണ്ട. പിന്നെ ഒന്നതായിട്ട് കോഴിക്കാട്ടം വെച്ചാൽ മതി. പിന്നെ കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ച് മതി. 3 തൈയാണ് ഇപ്പോൾ നമ്മൾ ഇത് നട്ടിക്കുന്നത്. 3 തൈയാണ് ഇപ്പോൾ നട്ടിക്കുന്നത്. ഇതിപ്പോൾ നമ്മളിതിൽ തന്നെ ഇതിന് നേരെ തൈൻ്റെ നടിയിൽ തന്നെ ഉണ്ടെന്ന് പറയാം. വേറെ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം വേപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു അസുഖങ്ങളും വരില്ല. നേരെ അതിന് വലിച്ചെടുക്കാം. ഈ കുഴി തന്നെ ഇടുക. നമ്മളിതിൽ കുറച്ച് മണ്ണ് ഇതിൽ ഇടുക. അതിനെ മേലത്താണ് വെക്കുക. വല്ലാതെ താഴ്ന്നു പോയത്. ഇടുക, കുറച്ചിടുക, വെക്കുക. വല്ലാതെ താഴ്ന്നു പോയത് തൈ
നല്ല ഓതം വേണം. വേനൽക്കാലമാണ്, നല്ല കുണ്ട് വേണം. ഇത് നമ്മളെ പന്നിക്കല ശല്യത്തിലും മറിയാണ്. ഒരിക്കലും പന്നി ശല്യം ഉണ്ട് പറഞ്ഞാൽ ഒരിക്കലും കൃഷി ഉപേക്ഷിക്കരുത്. ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടെങ്കിൽ കൃഷി ചെയ്യണം. എല്ലാവരും പന്നി ശല്യം പറഞ്ഞാൽ ആരും ഒഴിഞ്ഞു മാറരുത്. ഇതുപോലെ കൃഷി ചെയ്യണം. വെള്ളം ഒഴിക്കണം, ഒന്നിങ്ങനെ പാറ്റി കൊടുക്കുക. കുറച്ചീച്ച വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ഒന്നായിട്ട് കുറച്ചീച്ച വെള്ളം എപ്പോഴും കൊടുക്കാൻ പാടും. ഒന്ന് ഫുള്ളൊന്ന് നനച്ചു കൊടുക്കുക, പാറ്റി കൊടുക്കുക. കുറച്ചീച്ച വെള്ളം ഒഴിക്കുക. പിന്നെ വേനലാണ് വരുന്നത്, നമുക്ക് നല്ല കുണ്ടുണ്ട്, അവിടെ എപ്പോഴും വെള്ളം ഒഴിക്കാൻ സൗകര്യമുണ്ട്. മത്സ്യക്കാലത്ത് നമുക്ക് പൊന്തിച്ചിതാക്കാം. വേനൽക്ക് ഇങ്ങനെ തന്നെ കുറച്ചീച്ച വെള്ളം ഒന്നായിട്ട് ഒഴിക്കരുത്. അപ്പോൾ ഇല്ലട്ടൊക്കെ താഴത്ത് പോകും. കുറച്ച് ആവശ്യത്തിന് വെള്ളം. ഇനി വേനൽക്കാലം വരുന്നത്. അപ്പം എല്ലാവരും കുക്കുംബർ കൃഷി ചെയ്യുക. കാരണം വീട്ടിൽ ആവശ്യത്തിന് 2 മുരട്ടുണ്ടെങ്കിൽ നല്ലോണം ഉണ്ടാവും. കഴിഞ്ഞ വർഷം ചെയ്തിട്ട് നല്ല വിജയമായിരുന്നു. ഞാൻ ഇപ്പോൾ ഒരു 100 മുരട്ട് തട്ടത്തിന് നല്ല സംഖ്യക്ക് കൊടുത്തും ചെയ്ത് ഈ നാട്ടിലെ ഏകദേശം ആൾക്കാർ കൊടുത്തും ചെയ്ത് നല്ല വിതരണം, നല്ല കച്ചവടം. അപ്പോൾ വീട്ടിലാവശ്യത്തിന് 2 മുരട്ട് നട്ടാലും മതി. ഓക്കെ, നമസ്കാരം.